ഹലോ എവരി വൺ, വെൽക്കം ടു എജു പോഡ്. എല്ലാവർക്കും മക്കളെ എജു പോഡിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ ആനുവൽ എക്സാം ഇങ്ങോട്ട് അടുത്തില്ലേ. 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ആനുവൽ എക്സാം ആണ്. ടെൻഷനുണ്ട്, ഒരു പേടിക്കേണ്ട. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് ആനുവൽ എക്സാം വളരെ എളുപ്പമായിരിക്കും. സോ ആ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആനുവൽ എക്സാമിന് ഒരുപാട് തവണ ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് അഥവാ ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 10 മാർക്കിന് മൊത്തത്തിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ മക്കളെ? ചാടി നിൽക്കുക, റെഡിയല്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് മൊത്തം സെറ്റാക്കി വെക്കട്ടെ. കാരണം നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ 10 മാർക്ക് എന്ത് ചെയ്യാണ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കാൻ നമ്മൾ പോകാൻ. സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യും, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പേടി, ഒരു ടെൻഷൻ, ഒരു സമാധാനക്കുറവ്, പഠിച്ചതൊക്കെ വരുമോ, പഠിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തി പഠിച്ചിരുന്നു, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. സോ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഉറവിടങ്ങൾ എന്ത് ചെയ്യുക, പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാടാ, എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ വരുന്നത്? ഒന്ന് എവിടുന്നാടാ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ ദി വിൻഡ്. ഇല്ലേ, കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും, അന്തരീക്ഷത്തേക്ക് എന്ത് പറന്നു വരും, പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നു, പറന്നു വരുന്നു. രണ്ടാമത് എന്താടാ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ വോൾക്കേനോസ്. അഗ്നിപർവ്വത സ്ഫോടനമല്ലോ, ഠം 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 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അഗ്നിപർവ്വതം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ അതെന്ത് ചെയ്യും, ചാരവും പൊടിപടലങ്ങളൊക്കെ എങ്ങോട്ടേക്ക് പറക്കും, അന്തരീക്ഷത്തിലേക്ക് പറക്കും. അടുത്തെന്താടാ, ആഷ് ഫോംഡ് ബൈ ബേണിംഗ് ഓഫ് മെറ്റിയോസ്. എന്താ മെറ്റിയോസ് പറഞ്ഞാൽ ഉൽക്കയാണ് അല്ലേ. നമുക്കറിയാം ബഹിരാകാശത്ത് വരുന്ന സെലസ്റ്റിയൽ ബോഡീസ് അല്ലേ, ആ ബഹിരാകാശത്ത് വരുന്ന ഉൽക്കയൊക്കെ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ചാരം ഉണ്ടാവും അല്ലേ. ആ ചാരവും എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂട്ടുന്നു. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂടുതൽ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൂടുതൽ. എങ്ങനെയാടാ, ബൈ വിൻഡിലെ കാറ്റിലൂടെ, ത്രൂ എറപ്ഷൻ ഓഫ് വോൾക്കേനോസിലെ അഗ്നിപർവ്വതങ്ങൾ എന്ത് ചെയ്യാണ്, പൊട്ടിത്തെറിക്കുന്നതിലൂടെ. അടുത്ത ഏതാടാ, ആഷ് ഫോംഡ് ബൈ മെറ്റിയോസിലെ ഉൽക്കകൾ ഭൂമിയിലെത്തുമ്പോൾ അതിലൂടെയും എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു, പൊടിപടലങ്ങൾ കൂടുന്നു. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ലെറ്റ്സ് സീ ഹൗ ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ് ഓഫ് ദി എർത്ത്. ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എങ്ങനെ ഭീഷണിയാണ്? എന്താ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ചൂട് കൂടുതൽ അല്ലേ. അത് കാരണം ജീവജാലങ്ങൾക്ക് എന്തൊക്കെ ഭീഷണിയാണ് ഉണ്ടാകുന്നത്? ഈ 2 പോയിന്റ് അങ്ങോട്ടേക്കല്ല 3 പോയിന്റ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടോ. ഒന്നാമത്തെ എന്താ, സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസിൽ. അതായത് എന്ത് ചെയ്യുന്ന, ആഗോളതാപനം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയിലെ ചൂട് കൂടുക. ചൂട് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, ഐസ് അങ്ങോട്ടേക്ക് ഉരുകും. ശ്രദ്ധിക്കണേ, ഭൂമിയിലെ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ഐസ് അങ്ങോട്ടേക്ക് ഉരുകും. എന്ത് ചെയ്യും, സീ ലെവൽ റൈസസ് അല്ലേ. ഐസ് ഉരുക്കി എന്താ സംഭവിക്കുക, വെള്ളം ഉണ്ടാവില്ല. ആ വെള്ളം കാരണം എന്ത് ചെയ്യും, കടലിലെ ജലനിരപ്പ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഗുളുഗുളു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഉയരും. അപ്പോൾ അതെന്ത് കാരണമാവും, സീ ലെവൽ കൂടാൻ കാരണമാകും. അടുത്തെന്താ, ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലം സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, ഈ വെള്ളം കൂടുമ്പോൾ എന്ത് ചെയ്യും, സമുദ്രത്തിൻ്റെ തീരത്തുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, അവർക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, മറ്റിടങ്ങളിലേക്ക്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കടലിൽ തീരത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് ഉയർന്നപ്പോൾ എന്താ സംഭവിച്ചത്, നിങ്ങൾക്ക് കടൽ തീരത്ത് താമസിക്കാൻ പറ്റാതെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വെള്ളം കയറാത്ത സ്ഥലത്തേക്ക് താമസം മാറും. അങ്ങനെ എല്ലാവരും താമസം മാറി എന്ത് ചെയ്യും, അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ. അടുത്ത എന്താടാ, ഗ്ലോബൽ വാർമിംഗ് ലെഡ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദി ഇക്കോ സിസ്റ്റമിൽ. അതായത് ഭൂമിയിലെ ചൂട് കൂടുമ്പോൾ പല സസ്യങ്ങളുടെയും ജന്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ചൂട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവരുടെ വംശനാശത്തിൻ്റെ എക്സ്റ്റിങ്ഷൻ എന്ത് ചെയ്യും, കാരണമാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് സസ്യങ്ങൾ, പ്ലാന്റ്സും ആനിമൽസ്, ജീവികളൊക്കെ എന്ത് ചെയ്യും, ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ എന്ത് ചെയ്യും, കാരണമാവും. അപ്പോൾ ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കട്ടോ. ഓക്കെ, അടുത്ത എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് UV റേസ്, അൾട്രാ വയലറ്റ് റേസിലെ UV രശ്മികളുടെ പ്രതികൂലമായ ഫലങ്ങൾ എന്ത് ചെയ്യാനാണ്, പട്ടികപ്പെടുത്താനാണ് ചോദിച്ചത്. അപ്പോൾ അറിയാം, നമ്മൾ UV റേസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ, ഏത് ലെയറാണ്, നമ്മളെ UV റേസ് അഥവാ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് ആരാടാ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, ആരാന്നുള്ളത്. വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, വിച്ച് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് അസ് ഫ്രം UV റേസ്. UV രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന വാതകം ഏതാണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. യെസ്, അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചത്, എന്താ UV റേസിൻ്റെ പ്രതികൂല ഫലങ്ങൾ? ഒന്നാമത്തെ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് അഥവാ എന്ത് ചെയ്യുന്നു, കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നു. പിന്നെന്താ, സ്കിൻ ക്യാൻസർ അല്ലേ,
അടിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നു. ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, എന്ത് ചെയ്യാണ്, ആഹാര ശൃംഖല തകരുന്നില്ല. നിങ്ങൾ ഫുഡ് ചെയിൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെന്താണ് ബ്ലൈൻഡ്നെസ്, നമുക്ക് എന്ത് ചെയ്യുന്നു, ശക്തമായിട്ട് UV റേസ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് എന്താ സംഭവിക്കുക, നമുക്ക് അന്ധതയോ തിമിരോ വരാം. അതേപോലെ എന്താണ് ക്രോപ്പ് ഫെയിലിയർ, കൃഷിനാശം അല്ലേ, UV റേസ് എന്നാണ് വിളകളുടെ മുകളിലേക്ക് എത്തിയ കൃഷികൾ എന്ത് ചെയ്യും, നശിച്ചു പോകും. പ്രീമച്വർ ഏജിങ് എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എന്തായി പോകും, വയസ്സന്മാരായി പോകും. സ്റ്റണ്ട് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് അല്ലെ, സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുക. ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് എന്തിനെ കൊണ്ടുള്ളത്, യെസ് നമ്മുടെ UV റേസിനെ കൊണ്ടുള്ളത്. അപ്പോൾ UV റേസ് നമ്മൾ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഓസോൺ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഓസോൺ എന്ത് ചെയ്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് എന്താടാ നമ്മൾ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശ്രദ്ധിക്കണേ, UV റേസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് ഹ്യൂമൻസിന് ത്രെറ്റ് ആവുന്നത്, ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എങ്ങനെ ഭീഷണിയാവുമെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് എത്തുന്നത്. ഇതിനെ കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്, ഒരു ഹോംവർക്ക് കൂടി തരാണ്. ഇത് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചതാണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മക്കളെ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, സോഷ്യൽ സയൻസിലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാൻ കൂടെ തന്നെ എജ്യൂപോർട്ടുണ്ട്. ഒരു പേടിയും പേടിക്കേണ്ട. യെസ്, അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കും, എല്ലാം റെഡിയാക്കും. ഈ ഒരു ഹോംവർക്കിന് ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കും. ലൈവൊക്കെ വരുന്നുണ്ട്, ഇന്നും ലൈവ് ഉണ്ട്. എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വരിക, ചില്ലാക്കുക. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും സലാം, റോക്കി, ബൈ.